കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണി കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. കുറച്ചൊരു ഗൗരവമുണ്ടോ എന്നും നമുക്ക് തോന്നും. അതേമാതിരി ആ പുഞ്ചിരിയും ഗൗരവവും കൂടിയിട്ടാണ്. എന്താണ് കണ്ണൻ്റെ ഉദ്ദേശം എന്നറിയില്ലല്ലോ. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമുക്കത് മുഴുവൻ ശരിക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് കാണാൻ പറ്റും. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ പുഞ്ചിരിച്ച് എന്നാൽ കുറച്ച് ഗൗരവത്തോടു കൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഇന്ന് കാണാൻ സാധിച്ചത്. അവരെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി ഓടി ഓടിപ്പോണു. പൊന്നുണ്ണി കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം, ആ വികൃതി കുട്ടൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന കുറച്ചൊരു ഗൗരവത്തോടു കൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കെല്ലാവർക്കും മനസ്സിലങ്ങോട്ട് വിചാരിക്കുക. നല്ലോണം വിചാരിച്ചോളൂ കേട്ടോ. മനസ്സിൽ കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും. ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ ഗൗരവമൊക്കെ ഒന്ന് മാറ്റി കൂടുതൽ പുഞ്ചിരിപ്പിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും നാമം ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണനത് കേൾക്കും. കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞ് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മളെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഒരു മുത്തൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അത് ഉറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക. നിത്യ ഉപാസനയിൽ ഈ മന്ത്രം പെടുത്തുക. അത്രയും ശ്രേയസ്കരമായ മന്ത്രമാണ്. ഈ മന്ത്രം ദിവസേന ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായതാണ്. അതുകൊണ്ട് എല്ലാവരും ദിവസേന ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.